വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കറിയിലൊക്കെ കാണുന്ന നമ്മുടെ ഭരണിക്കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് മിഠായിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, 240 ml ഒരു കപ്പ്. അതിലേക്ക് തന്നെ 1 കപ്പിലും ഒരു ടേബിൾ സ്പൂണോളം കുറവായിട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കും. അതിലേക്ക് 1/4 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് മൈദ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം, ഇതൊന്ന് തിക്കാവുന്നത് വരെ. ഞാനിത് കൂടാതെ 3 ടീസ്പൂണോളം മൈദ വീണ്ടും ചേർത്തിട്ടുണ്ട്, അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവം വരെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു 3 ഫ്ലേവറിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ഫ്ലേവറിൽ തന്നെയാണെങ്കിൽ ഇത് സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഞാൻ 3 ഫ്ലേവറിൽ ചെയ്യുന്നത് കാരണം അതൊന്ന് ഈക്വലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരെണ്ണത്തിലേക്ക് റോസ് മിൽക്ക്, ടൈഗറിൻ്റെ തന്നെ റോസ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടൈഗറിൻ്റെ പിസ്ത എലാഞ്ചി എസൻസ് ആണ് ഒന്നിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. അത് 2-3 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. നല്ല ഫ്ലേവർ ഉണ്ടാവും, അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ടിന്നൊക്കെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ബോളാക്കിയ ശേഷം പതിയനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പരത്തൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു കനത്തിൽ തന്നെ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പിച്ച് ഇത് വെക്കരുത്, അത്യാവശ്യം ഒന്ന് അകത്തി വെക്കണം. കാര്യം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ പൊങ്ങി വരും, അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഒന്ന് അകത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 ഫ്ലേവറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മേലേക്ക് ഒരു ഭംഗി കൂട്ടാൻ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ നമ്മുടെ പിസ്തയുടെ കുക്കീസിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കണത്. അതുപോലെ റോസ് മിൽക്കിലേക്ക് നമ്മൾ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ സാധാരണ, അതായത് വാനില ഫ്ലേവർ ഉള്ളതിലേക്ക് എള്ളല്ലേ, ചെറിയ കറുത്ത എള്ള്, അതൊരു ഭംഗിക്ക് വേണ്ടി അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലും അതുപോലെ ഇഷ്ടമുള്ള ഡെക്കറേഷൻസിലൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇന്നത് വേവിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ വല്ല ഹോൾസ് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് നമ്മുടെ പാത്രത്തിനായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുക്കീസ് ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഏകദേശം ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാങ്ങ് മിഠായി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ആ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതെങ്ങനെ നോക്കിയാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വിടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാങ്ങ് മിഠായി, അതല്ലെങ്കിൽ കുക്കീസ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ നമുക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.